ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വീഡിയോ പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചടയമംഗലം ജഡായിപ്പാറയിൽ പോയപ്പോഴുള്ള മനോഹരമായ വിഷ്വൽസ് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി ജഡായിപ്പാറ കാണാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞിട്ട് വലതുവശത്തായിട്ട് ജഡായു എർത്ത് സെൻ്റർ എന്നുള്ള സൈൻ ബോർഡ് കാണാനായിട്ട് പറ്റും. ഗൂഗിൾ മാപ്പിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പാർക്കിംഗ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ തരും. പാർക്കിംഗ് ഫീ ഉണ്ട്. അതടച്ചിട്ട് നേരെ പാർക്കിങ്ങിൽ കൊണ്ട് കാറിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയാൽ നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. എൻട്രി ടിക്കറ്റും കൈപ്പറ്റി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെന്നാൽ നമുക്ക് കേബിൾ കാറിൽ കയറാനുള്ള ടിക്കറ്റ് കാര്യങ്ങൾ ലഭിക്കും. പോകുന്ന വഴിയിൽ സെക്യൂരിറ്റി ചെക്കിനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ ഫാമിലിയുടെ കൂടെയാണ് പോകുന്നതെങ്കിൽ ഒരാൾ മാത്രം ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വേറെ ക്യൂവിലായിട്ട് അവർ കയറ്റി വിട്ടോളും. പക്ഷേ ടിക്കറ്റ് എടുത്ത് ചെന്നാൽ മാത്രമേ അതിനപ്പുറം കടന്ന് നമുക്ക് കടന്നു പോകാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഫുഡ് വാങ്ങി കഴിക്കാനുള്ള, വെള്ളം വാങ്ങി കുടിക്കാനുള്ള അവസരമുണ്ട്. സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി കഴിക്കാവുന്നതും കുടിക്കാവുന്നതുമാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി കേബിൾ കാർ ഇങ്ങനെ നിർത്തി തരികയില്ല. ചെറുതായിട്ട് സ്പീഡ് കുറച്ച് വരുന്ന സമയത്ത് ഇറങ്ങുകയും വേണം, ഇങ്ങനെ വരുന്ന സമയത്ത് കയറുകയും വേണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സ്പീഡാണല്ലോ. ഒരു സമയം കേബിൾ കാറിൽ 8 പേർക്കാണ് ഒരുമിച്ചിരിക്കുവാനായിട്ട് പറ്റുന്നത്. അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പ്ലാൻ ചെയ്ത് കയറിയാൽ നന്നായിരിക്കും. ഇനി നമ്മുടെ ഫാമിലിയിൽ 6 പേരെ ഉള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 പേര് കുറവുണ്ടെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാലും മതിയാകും. സെക്യൂരിറ്റി നമ്പറൊക്കെ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അപാകതകൾ തോന്നിയാൽ ഫോണെടുത്ത് വിളിച്ചാലും മതിയാകും. പക്ഷേ സുരക്ഷിതമായിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാം, നമ്മൾ കയറി പോകുമ്പോൾ അപ്പുറത്തുള്ള കേബിൾ കാർ താഴേക്ക് ഇറങ്ങി പോകുന്നത്. ഒരേ സമയം കുറച്ച് പേർ താഴേക്ക് പോകുന്നു, കുറച്ച് പേർ മുകളിലേക്ക് പോകുന്നു. കേബിൾ കാർ അല്ലാതെ നടന്ന് കയറാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ താഴെ കാണുന്നതാണ് നടന്ന് കയറാനുള്ള പടികൾ. സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെയാണ് ഇറങ്ങണേ അല്ലേ. ചെല്ലുമ്പോഴും ഇതുപോലെ നിർത്തി തരികയില്ല, നമ്മൾ ചാടി ഇറങ്ങിക്കണം. ഇങ്ങനെ ഈ പടിക്കെട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന ആ വിഷ്വൽ അമേസിങ്. അന്ന് പറഞ്ഞതുപോലെ രാജീവ് അഞ്ചലിന് അദ്ദേഹത്തിൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മറ്റു പ്രവർത്തകർക്കും നല്ലൊരു കൈയടി കൊടുക്കേണ്ടതാണ്. ആകാശത്തിലെ മേഘങ്ങൾക്കൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നും. കുടിവെള്ളം സൗകര്യങ്ങളൊക്കെ അവരൊരു ക്യാനിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു ക്യാനല്ല, പല ക്യാനിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാശ് കൊടുത്ത് ജ്യൂസോ സ്നാക്സോ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്സും അവിടെയുണ്ട്. മറ്റ് ഷോപ്സിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അകത്തേക്ക് കയറാനുള്ള മ്യൂസിയത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ജഡായു പാറയ്ക്ക് പിന്നിലുള്ള ചരിത്രം ഇവിടെ താഴെ എഴുതി വെച്ചേക്കുന്ന നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്കായിട്ട് നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഈ സമയത്ത് ചെറിയൊരു കഥ പറയാം. ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ ധർമ്മപത്നി സീതയെ ലങ്കാധിപനായ രാവണൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ ആകാശമാർഗം ലങ്കയിലേക്ക് അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതേസമയം സീത തന്നെ രക്ഷിക്കാനായിട്ട് രാമലക്ഷ്മണന്മാരെ വിളിച്ച് കരയുന്നു. ഈ രോദനം കേട്ട് ആപത്ത് മനസ്സിലാക്കിയ ജഡായു രാവണനെ ആകാശത്ത് വെച്ച് തടയുന്നു. തൻ്റെ കൊക്കും നഖവും കൊണ്ട് രാവണനുമായി യുദ്ധം ചെയ്യുന്നുണ്ട്. ശക്തനായ ജഡായുവിനോട് പൊരുതി നിൽക്കാൻ രാവണന് കഴിഞ്ഞില്ല. ഒടുവിൽ തൻ്റെ ചന്ദ്രകാസം എന്ന അത്ഭുത വാളുകൊണ്ട് രാവണൻ ജഡായുവിൻ്റെ ചിറകരിയുന്നു. ചിറകറ്റ ജഡായു താഴേക്ക് വന്നു വീണത് ഇവിടുത്തെ ഈ പാറമുകളിലായിരുന്നു എന്നാണ് ഐതിഹ്യം. ശ്രീരാമചന്ദ്രനെ വിവരം ധരിപ്പിക്കുന്നത് വരെ ജീവിച്ചിരിക്കുമെന്നൊരു വരം കൂടെ സീത ജഡായുവിന് നൽകുന്നുണ്ട്. മൃതപ്രായനായ ജഡായുവിന് ഈ പാറ ദാഹജലം നൽകിയെന്നും പറയപ്പെടുന്നു. സീതയെ തേടിയലഞ്ഞ രാമലക്ഷ്മണന്മാർ ഒടുവിൽ ഇവിടെ എത്തുന്നു. ജഡായുവിൽ നിന്ന് സീതാപഹരണത്തെക്കുറിച്ചുള്ള വിവരമറിയുന്നു. ഒരു പക്ഷിയായിരുന്നിട്ട് കൂടെ സ്ത്രീ സംരക്ഷണം തൻ്റെ ധർമ്മമായി ഏറ്റെടുത്ത ത്യാഗിയും ധീരനുമായ ജഡായുവിന് ശ്രീരാമചന്ദ്രൻ മോക്ഷം നൽകി. ജഡായു അന്ന് ദാഹം തീർത്ത ചെറിയ കുളം
പിന്നീട് ഒരിക്കലും വറ്റിയിട്ടില്ല. ശ്രീരാമചന്ദ്രൻ്റെ പാദമുദ്രയും വറ്റാത്ത കുളവും ഇവിടെയുള്ള ക്ഷേത്രാങ്കണത്തിൽ ഇപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട്. ജടായുപ്പാറയെക്കുറിച്ചുള്ള നാൾ വഴികളും ഇവിടെയുള്ള ഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരികെ കേബിൾ കാറിലിറങ്ങി താഴേക്ക് പോകുന്നതാണ് ഈ വിഷ്വൽസിൽ കാണുന്നത്. നല്ല രസമാണ് ഇതിലുള്ള യാത്ര. ചില സമയങ്ങളിൽ ഇതൊന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ ചെറിയൊരു കുലുക്കം ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ചിലർക്കൊക്കെ പേടിയൊക്കെ തോന്നാറുണ്ട്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആർക്കൊക്കെയോ പേടി തോന്നിയെന്ന് പറയപ്പെടുന്നു. അങ്ങോട്ട് പോയപ്പോൾ കാണാതെ സാധനമില്ലേ, അത് ഊരി വീണതാണ്. ജടായുപ്പാറയ്ക്ക് സമീപമുള്ള മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് ഇവിടെ കൃത്യമായി എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫോട്ടോ നമ്മൾ കയറുമ്പം ഇവരെടുക്കുന്നതാണ്. തിരികെ വരുമ്പോൾ അവരിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ട് കാണിക്കാം. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. നമ്മൾ മേടിച്ചില്ല. ഈ പറഞ്ഞതാണ് 12D വിഷ്വൽ എക്സ്പീരിയൻസ്. നിങ്ങൾ പോകുന്നവരെന്തായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടുന്ന, എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന ഒന്നാണ് ഇവിടുത്തെ 12D വിഷ്വൽ എക്സ്പീരിയൻസ്. അപ്പം ഞങ്ങളങ്ങനെ ജടായുപ്പാറയിൽ നിന്ന് ഇറങ്ങിയാണ് ഗൈസ്. എയർപോർട്ടിലേക്കും മറ്റും പോകുന്നവർ കൊട്ടാരക്കര എത്തുമ്പോൾ ഈ മനോഹരമായ ശില്പം റോഡിൽ നിന്ന് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. അടുത്ത് വന്ന് കാണേണ്ടുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ രാജീവ് അഞ്ചലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ കൂട്ടരും എല്ലാം വലിയ കൈയടി അർഹിക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.